താനൂരിൽ നിന്ന് കാണാതാവുകയും തിരച്ചിലിനൊടുവിൽ മുംബൈയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത +2 വിദ്യാർത്ഥിനികളെ നാളെ തിരൂരിലെത്തിക്കുമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ്. യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നാണ് നിലവിൽ കുട്ടികൾ പറയുന്നത്. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന കാര്യം വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ ഫോണും സിം കാർഡും വാങ്ങിയിരുന്നു. കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നു. ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് നിർണായകമായി. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതെന്നും SP പറഞ്ഞു. സ്വമേധയാ പോയതാണെന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. കുട്ടികൾ ഒരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. അയാളെയും നമ്മൾ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരന്റ്സിന്റെ അടുത്തും ചോദിക്കുമ്പോൾ സഹായമായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. കുട്ടികളുടെ ഡിമീനറും പോയയിടത്തെയും ഈ കുട്ടികളുടെ ഫോണിലേക്ക് ലാസ്റ്റ് വന്ന ഫോൺ കോൾ ഇയാളതാണെങ്കിൽ മുമ്പ് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാം കൃത്യമായിരുന്നു. കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരന്റ്സിന്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക, പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ഒരു കൗൺസിലിംഗിന്റെ ആവശ്യം. കേട്ടില്ല. അദ്ദേഹം തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആസ് ഓഫ് നൗ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. എന്തൊക്കെ സഹായങ്ങളാണ് ഈ കുട്ടികൾക്ക് ലഭിച്ചത്? ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ പോകുന്നതിന്റെ ഡയറക്ഷൻ, അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിന്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. കുട്ടികളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നല്ലോ, ഈ പണം എങ്ങനെ സംഘടിപ്പിച്ചു? അതിന് വന്ന് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. അതിൽ എന്തായിരുന്നു അതിന്റെ സോഴ്സ് എന്നുള്ളതെല്ലാം എല്ലാ കുട്ടികൾ വന്നതിന് ശേഷം. ഇപ്പോഴും നമ്മൾ പോലീസ് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ വീഡിയോ കോളിൽ കൂടെ ഒക്കെ സംസാരിച്ചുള്ളൂ. ഇപ്പോൾ ഇത്രയും തന്നെ ഇതിങ്ങനെ ഇന്റർവ്യൂയിങ് ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ്, ബേസിക്കലി ചിൽഡ്രൻ ആണ്. അപ്പം ഇരുത്തി വിശദമായി കുട്ടികളെ കൌൺസിലിംഗിന് വിധേയമാക്കും. ഒപ്പം പോയ ആളെയും ചോദ്യം ചെയ്യും. ആശ്വാസമാണുള്ളത്. മലയാളി സമാജവും മാധ്യമങ്ങളും വളരെയേറെ സഹായിച്ചു. കുട്ടികളോട് സംസാരിച്ചാലേ മറ്റു വിവരങ്ങൾ അറിയാനാകൂ എന്നും SP കൂട്ടിച്ചേർത്തു. മുംബൈ പോലീസിന്റെ സപ്പോർട്ട്, അതിൽ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് അവസാനം ആണ് നമുക്ക് RPF പൂനെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്കിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹകാരമായി. ഓൾ ടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടുകൂടിയാണ് അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, അവർ പോയതും കാര്യങ്ങളും എല്ലാം. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആയിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ പോലീസിലെ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഓഫീസർമാരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മീഡിയ ടു ഗെറ്റ് അപ്പ് റിയലി വെൽ. ഇപ്പം എൻ്റെ പോലീസ് ടീം, എൻ്റെ SIM ടീമും അവരൊരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സിൽ അവരിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയോടെ പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥിനികളെ കാണാതാവുകയായിരുന്നു. ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനികളാണ് ഇരുവരും. ഇതിനു പിന്നാലെ 2 കുട്ടികളുടെയും കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈസ്റ്റ് ലൈൻ, മലപ്പുറം.